കട്ടത്താടിയൊക്കെ വെച്ച് കുറച്ച് ടെററായിട്ട് അധികം മിണ്ടാതിരിക്കുന്ന ഒരാളുണ്ട്, ബാദുഷാ. പറഞ്ഞോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഇടയിൽ? എങ്ങനെ സാധുവാണ്. അതെ, ഇവരുടെ കൂട്ടത്തില് ഇപ്പൊ ഇത്രയും നേരം എല്ലാവരും സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ ഒന്നും മിണ്ടാതെ എങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനെ തന്നെയായിരുന്നോ ലൊക്കേഷനിലും? മിണ്ടാതെ സാധുവായിട്ടിരിക്കുകയായിരുന്നോ? അത് ഞാൻ പറയാം, അതെനിക്ക് ആക്ച്വലി മൂവിയില് ആ ഒരു ലൊക്കേഷനിൽ സ്റ്റാർട്ടിങ് കുറച്ച് പോർഷനിൽ ബാദുഷയുടെ ക്യാരക്ടർ ഇല്ല. അപ്പം ആ ഒരു ഏരിയ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാദു ലൊക്കേഷനിൽ ഉണ്ടാവും, പക്ഷെ ആള് ഫ്രീ ആയിരിക്കും. എനിക്കും ആ ഏരിയയിൽ ഷൂട്ടൊന്നും ഇല്ല. ഞാൻ ഇങ്ങനെ കറങ്ങി അടിച്ച് വരുമ്പം ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ബാദു ഉറങ്ങുന്നുണ്ടാവും. അത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും, ഞാനും കൂടെ പോയി കിടന്നു ഉറങ്ങും. അടുത്ത പണി വരിക ലൊക്കേഷൻ ഷിഫ്റ്റ് വരുമ്പം ആദ്യം എണ്ണിപ്പിക്കേണ്ടത് ഞങ്ങളെയാണ്. ഇതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങുകയാണല്ലോ അല്ലെ നിങ്ങള്? ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കുറെ പണികളുണ്ടല്ലോ. ഇവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം, കാണാതെ ആളെ കണ്ടുപിടിക്കണം, അങ്ങനെ ഒരുപാട് പണികളാണല്ലേ. പാവം ബാദു ഇപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ. ബാദുഷ പറയും, ഞങ്ങൾ എല്ലാവരും കേൾക്കട്ടെ. അല്ല, അവൻ പറഞ്ഞ സത്യമാണ്. ഷൂട്ട് ഇല്ലാത്ത ടൈമിൽ ഞാൻ ചിലപ്പം അവിടെ എല്ലാവരും നല്ല ജോലിയിലായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കും, ഇല്ലെങ്കിൽ പിന്നെ ഇല്ല, മാറി കിടന്ന് ഉറങ്ങും. അതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. അപ്പം ഞാൻ ഉറങ്ങുന്ന കാണുമ്പോഴത്തേക്കും കൃഷ്ണനുണ്ട്, ഞാൻ കണ്ണു നോക്കുമ്പോൾ കാണുന്ന പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. എനിക്ക് ഒരാളും കൂടെ കിടന്നുറങ്ങും. അപ്പൊ ലൊക്കേഷനിലെ നല്ല മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ബാദുഷയ്ക്കും പറയാനുള്ളത് ഈ ഉറക്കത്തിന്റെ മാത്രമല്ല, സംഭവം എന്ന് പറയുന്നത് ബാദുവിൻ്റെ കാറ് ബാദു എൻ്റെ അടുത്ത് തന്നേക്കുക. കാരണം ഞാൻ ഏറ്റവും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ലേറ്റായിട്ട് വരുന്ന ഒരാൾ. അപ്പോൾ ലേറ്റായിട്ട് വരുന്ന വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ലേറ്റായിട്ട് വരുന്നതിന് ചീത്ത കേൾക്കാറുണ്ട്. അച്ഛൻ കൂടുതൽ പറയും, ഡയറക്ടർ കൂടുതൽ പറയും. പക്ഷേ അവന് ഞാൻ നേരത്തെ വന്നോട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ കാർ എനിക്ക് തന്നിട്ട് രാവിലെ ഇറങ്ങി നടക്കും. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് ലൊക്കേഷൻ വരെ എല്ലാ ദിവസവും ചെയ്യാന്ന് പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങി ബ്രീത്ത് ചെയ്ത് ഇങ്ങനെ നടന്നു. ആ സമയത്ത് ഞാൻ കാർ നോക്കത്തില്ല, എന്ന് വെച്ചാൽ സേഫ് ആയിട്ട് അവന്റെ കയ്യിൽ കാണും, കാർ അവന്റെ കാണും. അപ്പൊ ഞാൻ നടന്ന് അപ്പൊ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം.